ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. യഥാസ്ഥാനപ്പെടുക ആ വിഷയമാണ് നമ്മൾ തിരുവെഴുത്തുകളുടെ ആധാരത്തിൽ കഴിഞ്ഞ ചില നാളുകളായി ധ്യാനിച്ച് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർത്തതുപോലെ യഥാസ്ഥാനത്വം ആവശ്യമായിരിക്കുന്ന ജനത്തിന്റെ നേരെ ഇടവിടാതെ കരങ്ങളെ നീട്ടുന്ന ദൈവസ്നേഹത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ആ യഥാസ്ഥാനത്വം ആവശ്യമായിരിക്കുന്ന ജനത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കുമ്പോൾ തന്നെ അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതുപോലെ അധരം കൊണ്ടുള്ള ബഹുമാനം മാത്രമായി ദൈവജനം എന്ന് വേർപെട്ടവർ ആയിരിക്കുമ്പോൾ അത് ദൈവം വെറുക്കുന്ന ഒന്നായിട്ട്, അത് ദൈവം ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒന്നായിട്ട് നാം യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിലൂടെ നാം അത് കണ്ടതാണ്. എന്നാൽ ആ ജനം അതിൽ തന്നെ തുടരണം എന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നാം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ നമ്മൾ കണ്ട കാര്യമാണ്. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. അപ്പോൾ അവിടെയും ദൈവം തന്റെ ജനത്തിന്റെ നേരെ ഇടവിടാതെ കരങ്ങളെ നീട്ടുന്ന, അവർ അധരം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും ദൈവത്തോടടുത്തിരിക്കുന്ന ജനമായിട്ട് തീരണം എന്നുള്ള ആഗ്രഹം ദൈവത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. 2-3 ക്ലാസ്സുകൾക്ക് മുമ്പ് നമ്മൾ ഓർത്ത ഒരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ജനത്തോട് ദൈവത്തിന്റെ ആലോചനകൾ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമേറിയ ഒരു കാര്യമാണ്. എങ്കിലും ദൈവം തന്റെ പ്രവാചകന്മാരെ വ്യത്യസ്തമായിരിക്കുന്ന നിലകളിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തോട് തന്റെ വചനം അറിയിപ്പാൻ എഴുന്നേൽപ്പിച്ചു എന്നുള്ളതും നാം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ധ്യാനിച്ചതുപോലെ ഇടവിടാതെ അവർക്ക് വേണ്ടി കരങ്ങൾ നീട്ടുന്നതിന് തുല്യമായ ഒരു അനുഭവമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രവാചകന്മാരിലൂടെ യഥാസ്ഥാനത്വം ആവശ്യമായിരിക്കുന്ന ജനത്തോട് ദൈവം സംസാരിച്ചതായ ചില കാര്യങ്ങളാണ് ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കണം എന്ന് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ആദ്യമായിട്ട് ഞാനൊന്ന് വായിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്. അവിടെ യെശയ്യാവിനെ ഒരു ദൗത്യം ദൈവം ഫലമേൽപ്പിക്കുകയാണ്. ആ സാഹചര്യമൊക്കെ നമുക്കറിയാം. അത് നമ്മുടെ പഠന വിഷയമല്ലാത്തത് കൊണ്ട് ഞാനത് ടച്ച് ചെയ്യുന്നില്ല. നീ ചെന്ന് ഈ ജനത്തോട് പറയണം. ആരോടാണ് അത് പറയേണ്ടത് എന്ന് 10-ാമത്തെ വാക്യത്തിൽ അത് വായിക്കുമ്പോൾ നമുക്കവിടെ ആ വാക്യം വായിക്കുമ്പോൾ അതിന്റെ സംഗ്രഹമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അവർ കാണേണ്ടവരാണ്, അവർ കേൾക്കേണ്ടവരാണ്, അവർ ഗ്രഹിക്കേണ്ടവരാണ്, അവർ മനസ്സ് തിരിയേണ്ടവരാണ്, അവർ സൗഖ്യം ആവശ്യമുള്ളവരാണ്. ഇവരോടാണ് നീ ചെന്ന് പറയണം എന്ന് ദൈവം ഫലമേൽപ്പിച്ച് യെശയ്യാവിനെ അയക്കുന്നത്. അപ്പോൾ ആരോടാണ് പറയേണ്ടത്? കൃത്യമായിരിക്കുന്ന ദൈവത്തിന്റെ ആലോചന യെശയ്യാവിനെ ഫലമേൽപ്പിക്കുകയാണ്. ആ ജനത്തിന്റെ അവസ്ഥയെ കണ്ടുകൊണ്ട് ദൈവം പറയുകയാണ്, അവർ കാണേണ്ടവരാണ് എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്ന് ആത്മീകമായ വിഷയങ്ങളെ അവർ കാണണം, ദൈവികമായ സത്യങ്ങളെ അവർ കേൾക്കണം, ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് അവർ ഗ്രഹിക്കണം. എന്നിട്ട് അവർ ദൈവത്തിങ്കലേക്ക് മനം തിരിഞ്ഞു വരണം. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? സൗഖ്യം ഉണ്ടാകണം. 1-ാം അധ്യായത്തിൽ നാം കണ്ടു അവരെ കുറിച്ച് യാതൊരു സൗഖ്യവുമില്ലാതെ, അല്ലെ, അടി മുതൽ മുടി വരെ യാതൊരു സൗഖ്യവുമില്ലാതെ കഴിയുന്ന ആ ജനം എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഇത് ഭവിച്ചത് എന്ന്
അവര് കാണണം, അവര് കേൾക്കണം, അവര് ഗ്രഹിക്കണം, അവർ മനം തിരിയണം, അവർ സൗഖ്യം ഉള്ളവരായിട്ട് തീരണം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അവിടെ നാം ആ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 10ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം, നീ അവരുടെ ഹൃദയം കഠിനമാക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. വിചിത്രമായ ഒരു വാക്കാണത്. നീ ചെന്നിട്ട് ഈ കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ളവരാണ്, പക്ഷെ നീ ചെന്നവരോട് പറയേണ്ടത് എന്താണ്? അവർ അത് ആരോടാണ് പറയേണ്ടത് എന്നുള്ളതിന് ഉത്തരമാണ്. നീ ചെന്നിട്ട് പറയേണ്ടത് എന്താണ്? അവിടെ വായിക്കുന്നു, നീ അവരുടെ ഹൃദയത്തെ കഠിനമാക്കുക, ചെവിയെ മന്ദമാക്കുക, അവരുടെ കണ്ണിനെ അടച്ചു കളയുക. അതെന്തിനാണ് അങ്ങനെ ഒരു ചെയ്യുന്നത്? ഞാനത് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ എങ്ങനെ പറയാം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇങ്ങനെ കേട്ട് 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 അങ്ങ് അതിനോട് ഒരു സന്തോഷമില്ലാതെ, ഇത് കുറെ നാളായാലോ ഇത് തന്നെ കേൾക്കുന്നു, കുറെ നാളായാലോ ഇത് തന്നെ കാണുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതിൻ്റെയും ഗ്രഹിക്കേണ്ടതിൻ്റെയും മനം തിരിയേണ്ടതിൻ്റെയും പ്രസക്തി അത് അവർക്ക് അടച്ചു കളയുന്നതായ ഒരു അനുഭവം. അതെങ്ങനെയാണ് അങ്ങനെ വന്നത്? ദൈവവചനത്തോട് തന്നെയുള്ള അവരുടെ പ്രതികൂലമായ പ്രതികരണമാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളിക്കളയാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയത് എന്നത് നാം ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. നാം വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, സദൃശവാക്യങ്ങളിൽ കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിച്ചാൽ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ കൂടെ കൂടെ ശാസന കേൾക്കുമ്പോൾ നമ്മളായാലും ചിലപ്പോ ഇനിയൊന്നും മിണ്ടാതിരിക്കും, എനിക്കറിയാം എന്ന നിലയിൽ നമ്മൾ പ്രതികരിക്കാറുണ്ട്. എന്നാൽ ആ പ്രതികരണം നമ്മിൽ നിന്ന് വരുന്നത്, ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് സൂക്ഷ്മമായി നമ്മൾ പഠിച്ചാൽ അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്, അത് നാശത്തിലേക്കുള്ള വഴിയുമാണ്. അതുകൊണ്ട് അയ്യോ ഇത് കുറെ നാളായാലും ഞാൻ ഇങ്ങനെ കേൾക്കുന്നു, എന്തിനാ ഇതിങ്ങനെ കൂടെ കൂടെ പറയുന്നത്, എന്തിനാ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാറി വേറെ ഒന്നുമില്ല പറയാൻ എന്ന് നാം ചിന്തിക്കുമ്പോൾ അവിടെ ഹൃദയത്തിന് മാനസാന്തരമുണ്ടായിട്ടല്ല അത് പറയുന്നേ, മറിച്ചെന്താണ്? അത് കേൾക്കാനോ ഗ്രഹിക്കാനോ കാണാനോ അംഗീകരിക്കാനോ മനസ്സില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പ്രതികരണം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പ്രവാചകനോട് പറയുകയാണ്, അവർ കാണരുത്, അവർ കേൾക്കരുത്, ഗ്രഹിക്കരുത്. അപ്പോൾ അവിടെ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 11ാമത്തെ വാക്യത്തിൽ, കർത്താവേ എത്രത്തോളം എന്ന് അവൻ ചോദിച്ചു. എത്രത്തോളം? എത്ര കാലത്തേക്ക് ഞാനിത് ഇങ്ങനെ ചെയ്യണം? എങ്ങനെ ചെയ്യണം? അവരുടെ കണ്ണുകളെ കുരുടാക്കണം, അവരുടെ ചെവികളെ മന്ദമാക്കണം, പിന്നെ അവരുടെ ഹൃദയത്തെ കഠിനമാക്കണം. അത് എത്രത്തോളമാണ്? അവിടെ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞത് എന്താ? 11ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, അവിടെ പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെ ശൂന്യമായി ദേശം തീരെ പാഴായി പോകുകയും യഹോവ മനുഷ്യരെ ദൂരത്തകറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു ദുർജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ എത്രത്തോളം അവർ കഠിനപ്പെട്ടിരിക്കും, എത്രത്തോളം അവർ മറുതലിച്ചിരിക്കും? അവിടെ ഉത്തരം എന്താണ്? ശൂന്യമാകുവോളം. അത് നാം ചിന്തിക്കണം. ചിലരെ സംബന്ധിച്ച് എത്രമാത്രം വചനം പറഞ്ഞു കൊടുത്താലും അതിന് തക്കവണ്ണമുള്ള മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളുക, ഏറെക്കാൾ കഴിയും മുമ്പ് തന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു വലിയ നാശമാണ്, ഒരു വലിയ ശൂന്യതയാണ്. അത് ഈ തലമുറയിൽ നമ്മൾ കാണാൻ പോകുന്ന, ഇനിയുള്ള നാളുകൾ അത് കൂടുതൽ കൂടുതൽ കാണാൻ പോകുന്ന ഒരു അനുഭവമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യെശയ്യാവിനോട് പറയുന്നത്, നീ ഈ ജനത്തോട് ചെന്ന് പറയണം, പറയേണ്ടത് സത്യമാണ്, എന്നാൽ നീ അവരുടെ കണ്ണുകളെ കുരുടാക്കണം, ഹൃദയത്തെ കഠിനമാക്കണം, അവരുടെ ചെവികളെ മന്ദമാക്കണം. എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? അവര് ഇത്രമാത്രം അവരെ കേൾപ്പിച്ചിട്ടും കണ്ണ് തുറന്ന് കാണാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇനി ഞാൻ അവരുടെ കണ്ണ് അടച്ചു കളയും.
ഇനി ഞാൻ അവരുടെ ഹൃദയത്തെ മന്ദമാക്കും, കഠിനമാക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മോടും ദൈവത്തിന്റെ ആത്മാവ് ഓരോരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാം കഠിനപ്പെടുന്നവരായിട്ടല്ല മാറേണ്ടത്. അനുസരണ മനോഭാവത്തോടുകൂടെ ആമേൻ പറയുവാൻ തയ്യാറായാൽ ഇങ്ങനെ ഒരു പ്രവചന വാക്കുകൾ കേൾക്കുവാൻ നമുക്ക് ഇടയാകയില്ല എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ നാം അവിടെ വായിക്കുന്നത് പോലെ ഇങ്ങനെയുള്ളതായ ആളുകൾ നിമിത്തം, എങ്ങനെയുള്ളതായ ഈ നിലയിൽ നാം വായിച്ചു കേട്ടതുപോലുള്ള നിലയിലുള്ള ആളുകൾ നിമിത്തം ദേശം ശൂന്യമാക്കപ്പെടും. ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർ നിമിത്തം സഭകൾക്ക് എന്ത് പറ്റും? ശൂന്യത ഉണ്ടാകും. അനേകം സ്ഥലം സഭകൾ, സഭാ ഹോളുകൾ ശൂന്യമാക്കപ്പെടും. അനേക കുടുംബങ്ങൾ ശിഥിലമാകും. അനേക വ്യക്തികൾ ആത്മീയ ഗോളങ്ങളിൽ നിന്ന് അപ്രത്യക്ഷരാകും. ഇത് ഗൗരവമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക, യഥാസ്ഥാനപ്പെടുക, കർത്താവിലേക്ക് നാം മടങ്ങി വരിക. ഇനി യിരെമ്യാവിനോട് എന്താ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. യിരെമ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലും നാം ആ വാക്ക് തന്നെ വായിക്കുന്നുണ്ട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ച് പറയേണ്ടത്. അവിടെയും യിരെമ്യാവിനോട് പറയുന്നത് എന്താ? നീ ചെന്ന് അവര് കേൾക്കെ നീ പറയണം എന്ന് പറയാണത് പറയേണ്ടത്. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, അതിന്റെ ഒടുവിലത്തെ വാക്ക് ഞാൻ ഇങ്ങനെ വായിക്കട്ടെ. യെരൂശലേമ്യരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതുവരെയും തന്നെ അങ്ങനെ ഉണ്ടായി. ദൈവം യിരെമ്യാ പ്രവാചകനിലൂടെ നീണ്ട വർഷങ്ങൾ ഇസ്രായേലിനോട് സംസാരിച്ചു. അനേക വർഷങ്ങൾ സംസാരിച്ചു. അവരോട് പോയി പറഞ്ഞു. ഈ അരുളപ്പാടുകൾ ഉണ്ടായതിനെ കുറിച്ച് അതിന്റെ ആരംഭത്തിങ്കിൽ തന്നെ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഈ വചനങ്ങൾ ഒന്നും കൊണ്ട് തന്നെ ആ ജനത്തിന് ഒരു ഗുണവും ഉണ്ടായില്ല, ഒരു മാറ്റവും അവർക്ക് വന്നില്ല. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതുവരെ പ്രവാചകൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്രവാചകൻ ഇത് പറയാനേ നേരമുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ മടങ്ങി വരണം, നിങ്ങൾ യഥാസ്ഥാനപ്പെടണം, ആദ്യ സ്നേഹം നിങ്ങൾക്കുണ്ടാകണം. എത്രയോ വാക്യങ്ങൾ യിരെമ്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാൻ കഴിയും. കൂടെ കൂടെ അവരോട് പറഞ്ഞു, ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങുക, നിങ്ങൾ കർത്താവിലേക്ക് തിരിച്ചുക. ഇത് പറഞ്ഞാൽ ഒന്നും ഇവരെന്ത് ചെയ്യുന്നില്ല, ഒരു പ്രതികരണവുമില്ല. അത് ഒടുവിൽ അവരെവിടേക്ക് പോകേണ്ടി വന്നു? പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതത്ര സന്തോഷകരമായ ഒരു യാത്രയൊന്നും ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. എത്രയോ യുവാക്കന്മാർ ശത്രു രാജാക്കന്മാരാൽ കൊല്ലപ്പെട്ടു. അവരുടെ മഹത്വമായി കണ്ടിരുന്ന യെരൂശലേം ദേവാലയത്തിന് എന്ത് പറ്റി? അത് തകർന്നു പോയി. അവരുടെ ദൈവാലയത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന യഹോവയ്ക്ക് വിശുദ്ധമെന്ന് കരുതി മാറ്റിവെച്ചിരുന്ന വസ്തുവകളെല്ലാം ശത്രു രാജ്യത്തേക്ക് കൊണ്ടുപോകപ്പെട്ടു. അയ്യോ, ജനം ഛിന്ന ഭിന്നമായി പോയി. ഒരു കൂട്ടം മാത്രം എവിടേക്ക്? പ്രവാസികളായിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോകുവാനും ഇടയായിട്ട് തീർന്നു. അപ്പോൾ അവരാ പ്രവാസകാലത്തിലേക്ക് പോകുന്നത് വരെ എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു, അവർക്കത് വിഷയമേ ആയിരുന്നില്ല. എത്രയോ ആളുകൾ ഛിന്ന ഭിന്നപ്പായ, അത് അവർക്ക് വിഷയമായിരുന്നില്ല. ആലയം നശിപ്പിക്കപ്പെട്ടു, അതും അവർക്ക് വിഷയമായിരുന്നില്ല. അവർക്കൊരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഇവിടെ ജീവിക്കണം. ഈ തലമുറയിലായിരിക്കുന്ന നമ്മോടും ഇത് ദൈവത്തിന്റെ ആലോചന തന്നെയാണ് എന്നത് നമ്മളും ആരും മറന്നു പോകരുത്. ദൈവം കൂടെ കൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കുവാൻ നമുക്ക് ഇടയാകണം എന്ന് നാം വായിക്കുന്നു. അതിന്റെ എന്തുകൊണ്ടാണ് നീ ചെന്ന് പറയാനായിട്ട് പറഞ്ഞത് എന്നുള്ള വാക്കുകൂടെ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. 1-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യഹോവ എന്നോട് വടക്ക് നിന്ന് ദേശത്തിലെ സകല നിവാസികൾക്കും അനർത്ഥം വരും. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ
അവിടെ അതിന്റെ 16-ാമത്തെ വാക്യം, അവർ എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടി തങ്ങളുടെ കൈപ്പണികളെ നമസ്കരിക്കുകയും ചെയ്ത സകല ദോഷത്തെയും കുറിച്ച് ഞാൻ അവരോട് ന്യായവാദം കഴിക്കും. എന്തുകൊണ്ട് വടക്ക് നിന്ന് രാജാക്കന്മാരെ കൊണ്ടുവരും? ബാബേലിൽ നിന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്തുകൊണ്ട് ഞാൻ കൊണ്ടുവരും? അവിടെ വായിക്കുന്നത് വളരെ ഗൗരവമാണ്. ഓരോരുത്തൻ താന്താന്റെ സിംഹാസനം യെരൂശലേമിന്റെ പടിവാതിലുകളുടെ പ്രവേശനത്തിങ്കലും ചുറ്റും അതിന്റെ എല്ലാ മതിലുകൾക്ക് നേരെയും യഹൂദയിലെ എല്ലാ പട്ടണങ്ങൾക്ക് നേരെയും വയ്ക്കും എന്ന് പറഞ്ഞാൽ അന്യന്മാർ വന്ന് ഈ ദേശം കൈവശമാക്കും. എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ, നമ്മൾ ഗൗരവത്തോടെ ഓർക്കണം, എന്റെ വ്യക്തിപരമായ ജീവിതം എന്റെ ദൈവത്തിനായി ഞാൻ സമർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അന്യന്മാർ നമ്മെ നശിപ്പിക്കുവാനിടയാകും. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ ഒരു കാരണവശാലും നമ്മൾ അവഗണിക്കരുത് എന്നത് നാം തിരിച്ചറിയണം. ഇസ്രായേൽ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് ആരംഭത്തിങ്കൽ തന്നെ അവസാനവും അറിയുന്നവനായ ദൈവം കണ്ടിരുന്നു. അതുകൊണ്ടാ പറഞ്ഞത് മടങ്ങിവ, യഥാസ്ഥാനപ്പെടുക എന്നുള്ളത്. എന്നാൽ ആ ജനത്തിന് അതിന് മനസ്സായില്ല എന്നുള്ളത് നമ്മൾ കാണുന്നു. ഈ സത്യത്തെ, അതായത് ജനത്തിന് ഈ ദൈവകൽപ്പനകളെ അനുസരിക്കാതെ പോയാൽ അവർക്കുണ്ടാകാൻ പോകുന്നതായ ഭവിഷ്യത്തുകളെ ഏറ്റവും ചില ഉദാഹരണങ്ങളിലൂടെ യിരെമ്യാ പ്രവാചകന് ദൈവം കൊടുത്ത ചില സത്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. 4 ഉദാഹരണങ്ങൾ നമുക്ക് ഇന്ന് രാത്രിയിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യിരെമ്യാവിന് മാത്രമല്ല, യെശയ്യാവിന് കൊടുത്ത ഒരു ഉദാഹരണം കൂടെ. ആദ്യത്തെ യെശയ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ളതായിരിക്കുന്ന ആ വാക്യങ്ങളിൽ നിന്നാണ് നമുക്ക് അവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ നമുക്കറിയാവുന്ന ഒരു വേദഭാഗമാണ്. നാം അവിടെ വായിക്കുന്നത് പോലെ, എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ ആ സംഭവം നമുക്കറിയാം. മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടത്തിന് ചുറ്റും എന്ത് ചെയ്തു? അവൻ വേലി കെട്ടി, അതിന് നല്ല വക മുന്തിരിവള്ളി നട്ടു, ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു, കാത്തിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ എന്നാണ് വായിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത് ഇന്നത്തെ കോണ്ടെക്സ്റ്റുമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ദൈവത്തിന്റെ ജനം അല്ല, ഇന്നത്തെ കോണ്ടെക്സ്റ്റ് നമ്മുടെ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഫലവത്തായിരിക്കുന്ന ഒരു കുന്നുപോലെയാണ് ദൈവത്തിന്റെ സഭ. അവിടെ വിശിഷ്ടമായിരിക്കുന്ന ഒരു മുന്തിരിവള്ളിക്ക് സമമാണ് അവിടെ ഉള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മൾ. ഇവിടെ ദൈവാത്മാവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി അവർക്ക് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, ദൈവം തന്റെ സഭയോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്ന ഒറ്റ വാക്ക് മാത്രം പറയാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ സ്വർഗത്തിലുള്ള സകല ആത്മീക അനുഗ്രഹങ്ങളുടെയും നിറവാണ് ദൈവത്തിന്റെ സഭ. 2-ാം അധ്യായത്തിന്റെ ഒടുവിലെ വാക്യത്തിൽ, അല്ല, എഫേസ്യ ലേഖനം തന്നെ 1-ന്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ നിറവായിരിക്കുന്ന സഭയ്ക്ക് തലയായിരിക്കുവാൻ ക്രിസ്തുവിനെ നൽകിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ നിറവിന്റെ സ്ഥാനമാണ്. ക്രിസ്തുയേശുവിനാലുള്ള എല്ലാ ആത്മീക അനുഗ്രഹങ്ങളുടെയും നിറകുടമായിട്ടാണ് ദൈവം എങ്ങനെ കാണുന്നത്? തന്റെ സഭയെ കാണുന്നത്. എന്നാൽ അവിടെ അവന്റെ ഒരു പരാതിയായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല,
അവന്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല. അങ്ങനെ എന്റെ ജനം അറിവില്ലായ്കയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. അപ്പൊ ദൈവം ഏറ്റവും ശ്രേഷ്ഠമായി കണ്ട ഫലവത്തായ ആ കുന്ന്, നമുക്കറിയാം അത് ഇസ്രായേലാണ്. ആ മുന്തിരിവള്ളി യഹൂദയാണ്. അത് താഴെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലുള്ളതായിരിക്കുന്ന ഫലം എന്തുകൊണ്ടാ ഉണ്ടാകാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒറ്റ ഉത്തരമാണ് നാം 12-ാം വാക്യത്തിൽ കണ്ടത്. യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല. ദൈവം എനിക്ക് വേണ്ടി എന്താ ചെയ്തത് അത് അവരെന്ത് ചെയ്യുന്നില്ല, ഓർക്കുന്നില്ല. അവന്റെ പ്രവൃത്തികളെ വിചാരിക്കുന്നില്ല. അവർക്കെല്ലാം വേറെ എന്തോ കാര്യങ്ങളാണ്, വേറെ ഏതോ ലോകത്താണ്. ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയും നൽകാതിരിക്കുന്നതായ ഒരു തലമുറയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. വളരെ ഭയാനകമായിരിക്കുന്ന മറ്റൊന്ന് അതിന്റെ 18-19 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ നാം വായിക്കുന്നത് 19-ാമത്തെ വാക്യത്തിലേക്ക് വരട്ടെ. തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ, കാണാമല്ലോ ഇസ്രായേലിൻ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. എന്താണ് ഇവിടെ പറയുന്നത്? ആ ദൈവം അങ്ങനെയെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ചെയ്യട്ടെ. ഒരു തരം മർക്കടമുഷ്ടി എന്ന് നമ്മൾ പറയില്ലേ, എന്നതുപോലെ ദൈവം തന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ദൈവം ചെയ്യട്ടെ. ഞങ്ങൾ ഇങ്ങനെയേ പെരുമാറും. ഞങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഒന്നും അന്വേഷിച്ച് നടക്കാനുള്ള സമയമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളീ പോക്കേ പോകൂ. ദൈവം എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. പ്രവാചകൻ എന്താ പറയുന്നത്? അവർക്ക് അയ്യോ കഷ്ടം. ഇതൊക്കെ ഓരോ വാക്കും ഇതൊന്നും അന്നത്തെ ജനത്തോടുള്ളതല്ല, ഇന്ന് എന്നോടാണ്, നമ്മോടാണ് എന്ന ആ ഹൃദയഭാരം നമ്മിൽ ദൈവാത്മാവ് നൽകട്ടെ. ദൈവം ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ, ഞാൻ എന്റെ വഴിക്ക് എന്ന് നമ്മൾ ആരും ചിന്തിക്കുവാൻ ഇടവരുത്തരുതേ എന്ന കാര്യം ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ 24-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ വാക്ക്, 24-ന്റെ ഒടുവിലും അവിടെ വായിക്കുന്നത് ഇസ്രായേലിൻ പരിശുദ്ധന്റെ വചനത്തെ നിന്ദിച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ്. പരിശുദ്ധന്റെ വചനത്തെ നിന്ദിച്ചു കളഞ്ഞതുകൊണ്ടാണ് കാട്ടുമുന്തിരിങ്ങ കായ്ക്കേണ്ടതായിട്ട് വന്നത്. ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം പ്രതീക്ഷിക്കാത്ത ഫലമാണ് അവരിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ഇടയായത്. അതുകൊണ്ട് ദൈവം എന്താ പറഞ്ഞത്? ആ ജനം ആ പ്രവാസത്തിലേക്ക് പോകുന്നു. അവിടെ അതുകൊണ്ട് അത് മാത്രമല്ല, ഇനി ഞാൻ അവർക്ക് എന്താ ചെയ്യേണ്ടത്? ഇന്ന് നമ്മുടെയൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെ പരാതികൾ, പരിഭവങ്ങളൊക്കെ കാണും. അപ്പോ നമ്മുടെ ചിന്തയിലേക്ക് ഇടയ്ക്ക് വരും, ഇന്ന കാര്യം കൂടെ സാധിച്ചിരുന്നെങ്കിൽ പിന്നെ എനിക്ക് കർത്താവിനെ നന്നായിട്ടങ്ങ് സേവിക്കാമായിരുന്നു. ഇന്ന കാര്യങ്ങളൂടെ ഒന്ന് ശരിയായെങ്കിൽ, നേരെയായെങ്കിൽ, ഇന്ന കാര്യങ്ങളൂടെ നടന്നിരുന്നെങ്കിൽ പിന്നെ ഞാനങ്ങ് കർത്താവിനെ അനുഗമിക്കുവാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ഇത്രയും നാളും ദൈവം ചെയ്തതോ, ഈ കാലം അത്രയും ദൈവം കൊണ്ടുവന്നതോ അതെവിടെയാ? ആ വിഷമത്തോടു കൂടെയാണ് ദൈവം ചോദിക്കുന്നത്, ഇനി ഞാൻ അവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ 4-ാമത്തെ വാക്യത്തിലാണ്, എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? നിങ്ങൾ നോക്ക്, എന്താണ് ഇനി ചെയ്യാനുള്ളത്? അപ്പോഴും നിങ്ങളുടെ പരാതി എന്താ? ഇനി കുറച്ച് കാര്യങ്ങളൂടെ ദൈവം ചെയ്തെങ്കിൽ ഞാൻ വരാം, കുറച്ച് കാര്യങ്ങൾ കൂടെ, ഇന്ന കാര്യങ്ങൾ കൂടെ, ഇന്നത് കൂടെ നേടിയിരുന്നെങ്കിൽ, സാധിച്ചിരുന്നെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ നല്ല ഫലം കായ്ക്കാം. ഇല്ല പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിട്ടുള്ള, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തികരമായ നിലയിൽ ദൈവത്തെ സേവിക്കുവാൻ
നാം മനസ്സ് വെച്ചാൽ മാത്രമേ നല്ല ഫലം കായ്ക്കുവാൻ നമുക്ക് ഇടവരികയുള്ളൂ. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അത് നിമിത്തം ഞാൻ ഇത് ചെയ്യും. അവിടെ വായിക്കുന്നുണ്ട്, വരുവിൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. നിങ്ങൾ നോക്കിയിരിക്കുന്നത് എന്താ? ഇനി ദൈവം ചിലത് ചെയ്താലേ ഞാൻ ഫലം കായ്ക്കൂ എന്നാണ്. എന്നാൽ ഇത്രമാത്രം ഇനി ഒന്നും എനിക്ക് ചെയ്യാൻ ഇല്ല. അതുകൊണ്ട് ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞത്? അവിടെ നാം വായിക്കുന്നത് പോലെ വേലി പൊളിക്കും. വേലി പൊളിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? അവിടെ നമ്മൾ വായിക്കുന്നത് പോലെ അത് തിന്നു കളയും, അല്ലെ? അത് തിന്നു പോകും. ഫലം കായ്ക്കേണ്ടതായിരിക്കുന്ന നമ്മെ ആര് തിന്നും? വേലി പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മെ ഉപയോഗിക്കും. മനസ്സിലായോ? ദൈവത്തിന്റെ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ മേൽ ഉത്തരവാദിത്വമില്ല. ആ വേലി ദൈവം അങ്ങ് പൊളിച്ചു മാറ്റും. അപ്പോൾ മറ്റുള്ളവർ തിന്നുകളയും. പിന്നെ നാം എന്താ വായിക്കുന്നത്? മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. മതില് പൊളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കാം. അവർ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ പറയാറുള്ള പോലെ ആന കരിമ്പിൻ തോട്ടത്തിൽ കടന്നതുപോലെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകും. പിന്നെ എന്താണ്? ഞാൻ അതിനെ ശൂന്യമാക്കും, അല്ലെ? ഞാൻ അതിനെ ശൂന്യമാക്കും. മഴ പെയ്യില്ല, മുള്ളും പറക്കാരയും അതില് മുളയ്ക്കും. അത് എന്തൊരു കഷ്ടമാണ്! ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ ഏറ്റവും നല്ല നിലയിൽ ഫലം കായ്ക്കേണ്ട ആ മുന്തിരിത്തോട്ടം ദൈവത്തിന്റെ വചനത്തോട് മത്സരിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇന്ന് ആ തോട്ടത്തിന്റെ അവസ്ഥ എന്താണ്? മുള്ളും പറക്കാരയുമായിട്ട് മാറി. ഇതാണ് ഇനി ഞാൻ അവരോട് ചെയ്യുന്നത് എന്ന് ദൈവം പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അത് ശൂന്യമാക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ വായിക്കുന്നുണ്ട്, വള്ളിത്തല മുറിക്കില്ല, ഞാൻ കിളക്കില്ല എന്ന് പറഞ്ഞാൽ ഇനി അതിനെ വളർത്താൻ എനിക്ക് താല്പര്യം ഇല്ല. വള്ളിത്തല മുറിക്കുന്നത് എന്തിനാ? കൂടുതൽ ഫലം കായ്ക്കാൻ. കട കിളയ്ക്കുന്നത് എന്തിനാ? വളമിടാന്. അത് ഞാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ അരുളപ്പാടുകൾ നേരത്തെ യിരെമ്യാവിൽ നമ്മൾ വായിച്ചതുപോലെ ഇനി നീ ഇത് കേൾക്കണ്ട. യെശയ്യാവിൽ നമ്മൾ വായിച്ചതുപോലെ നീ അവരുടെ ഹൃദയത്തെ കഠിനമാക്ക്. ഇത്രയും കേൾപ്പിച്ചിട്ടും അനുസരിക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഇനി നിനക്ക് നിന്റെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടുന്നതൊന്നും എന്റെ പക്കൽ നിന്ന് നീ പ്രതീക്ഷിക്കേണ്ട. അതാ ദൈവത്തിന്റെ വചനം. 2-ാമത്തെ ഉദാഹരണത്തിലേക്ക് നമുക്ക് വേഗം വരാം. അത് യിരെമ്യാവിന്റെ പ്രവചനം 13-ാം അധ്യായത്തിലാണ്. യിരെമ്യാവിന്റെ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും അവിടെയും നമ്മൾ കാണുന്നത് ഒരു ചണനൂൽ കച്ചയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. ആ ചണനൂൽ കച്ചയെ കുറിച്ച് അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും യഹൂദ ഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റി ഇരിക്കുമാറാക്കി എന്നാണ്. അപ്പോൾ ആ കച്ച എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിന്റെ ജനമാണ്. ഇന്ന് നമ്മെക്കുറിച്ചാണ്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഒരു മനുഷ്യൻ ആ കച്ച തന്റെ അരയോട് ചേർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ തന്നെ നാം വായിച്ചു ഇല്ലേ? എന്താണ്? എനിക്ക് ജനം, എന്റെ കീർത്തി, എന്റെ പ്രശംസ, എന്റെ അലങ്കാരം. എന്റെ മക്കളെ കുറിച്ച് ഞാൻ അതാ പ്രതീക്ഷിച്ചത്. അതാണ് ആ കച്ചയെ കുറിച്ച് ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവർ അങ്ങനെ ആകണം എന്ന് ഞാൻ കരുതി എന്നാണ് ദൈവം പറഞ്ഞത്. എന്നാൽ അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു, പ്രവാചകനോട് ദൈവം പറഞ്ഞു, ആ കച്ച നീ എന്ത് ചെയ്യണം? ഒരു പാറയുടെ വിള്ളലിൽ കൊണ്ടുപോയി നീ വെക്കണം. കുറെ നാളുകൾ കഴിഞ്ഞ് അത് ചെന്നെടുക്കാനായിട്ട് പ്രവാചകനോട് പറയുന്നു. ചെന്ന് നോക്കിയപ്പോൾ അത്
കേടുപിടിച്ച് 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ഒളിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കച്ച മാന്തി എടുത്തു, എന്നാൽ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാതെ ആയിരുന്നു. ഒന്നിനും കൊള്ളരുതാതെ ആയിരുന്നു. അതേക്കുറിച്ച് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? അത് എന്തുകൊണ്ടാണ്? 11-ന്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നു, അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല. ഞാൻ അവരെ എല്ലാം കൊണ്ടും ശ്രേഷ്ഠമാക്കി നിർത്തുവാൻ ആഗ്രഹിച്ചെങ്കിലും അവർക്കോ മനസ്സായില്ല. അതുകൊണ്ട് മനോഹരമാണ് എന്ന് കണ്ട ആ കച്ച ഇപ്പോൾ എന്തായി തീർന്നു? ഒന്നിനും കൊള്ളരുതാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. എന്നിട്ട് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ ഞാൻ യഹൂദയുടെ ഗർവവും യെരൂശലേമിന്റെ മഹാഗർവവും നശിപ്പിച്ചു കളയും. മനസ്സിലായോ? ആ കച്ചയ്ക്ക് എന്ത് സംഭവിച്ചുവോ അതുപോലെ തന്നെ ദൈവം തന്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞ് സൂക്ഷിച്ചുകൊണ്ടിരുന്ന തന്റെ മഹത്വമായിരുന്ന അതേ ജനത്തെ ഇവിടെ എന്താ വായിക്കുന്നത്? അവരുടെ ഗർവവും യെരൂശലേമിന്റെ മഹാഗർവവും ഞാൻ നശിപ്പിച്ചു കളയും. അപ്പോൾ അവർക്കുടെ നാശത്തിന്റെ കാരണം എന്തായിരുന്നു? അവരുടെ ഗർവം, അവരുടെ അഹങ്കാരം, അതായിരുന്നു അതിന്റെ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എന്റെ വചനം കേൾപ്പാൻ അവർക്ക് മനസ്സില്ല, ഹൃദയത്തിന്റെ ശാഠ്യം പോലെ അവർ നടന്നു, അന്യദേവന്മാരെ സേവിച്ചു, അവരോട് ചേർന്നു, അതുകൊണ്ട് ഒന്നിനും കൊള്ളരുതാത്ത കച്ച പോലെ ഈ ദുഷ്ടജനം ആയിട്ട്. അയ്യോ, ദൈവം ഇങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്തു എന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത്, അല്ലെ? ശ്രേഷ്ഠമായി കണ്ടിരുന്ന എന്റെ ജനമെന്ന് വിളിച്ചിരുന്നതായ അതേ ജനത്തെ ദൈവം വിളിച്ചത് എന്താണ്? ഈ ദുഷ്ടജനം. ഈ ദുഷ്ടജനം അതുപോലെ ആയിത്തീരും. ഇതുപോലെ നന്മകൾ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടും ഇന്നും ഇത് പോരാ, എനിക്കിനിയും വേണം, ഇനിയും തന്നാലേ ഞാൻ നിന്നെ സേവിക്കൂ എന്ന് പറയുന്നവർ എന്താണ്? ഈ ദൈവവചനത്തോട് ശാഠ്യം കാണിക്കുന്നു. അങ്ങനെ ഉണ്ടാകുവാൻ നമുക്ക് ഇടയാകരുത്. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ, ഞാൻ അവരെ നശിപ്പിച്ച് കളയും എന്ന് ദൈവം പറയും. ദൈവം നശിപ്പിക്കുന്നതിന് മുൻപ് മടങ്ങി വരുവാനും മാനസാന്തരപ്പെടുവാനും ആവശ്യമുണ്ട്. 3-ാമത്തെ ഒരു ഉദാഹരണം യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളാണ്. അവിടെ പ്രവാചകനോട് പറയുന്നു, നീ ഒരു കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ആ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ കുശവൻ കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് അവന്റെ കയ്യിൽ ചീത്തയായി പോയപ്പോൾ കളിമണ്ണായതുകൊണ്ട് തനിക്കിഷ്ടമുള്ളതുപോലെ മറ്റൊരു പാത്രമാക്കി രൂപപ്പെടുത്തുവാനായിട്ട് അതിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അതേക്കുറിച്ച് 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. അപ്പോൾ ദൈവം തന്റെ ജനത്തെ എവിടെയാ വെച്ചിട്ടുള്ളത്? തന്റെ കരങ്ങളിലാണ്. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നു, ചീത്തയായ ഒരു പാത്രത്തെ തനിക്ക് തോന്നിയതുപോലെ രൂപപ്പെടുത്തുവാൻ അവകാശമുള്ള ദൈവം. ചീത്തയായ പാത്രം, അല്ലെ? ചീത്തയായത് എന്തുകൊണ്ടാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ ലംഘനത്തെ കുറിച്ച് തന്നെയാണ് ആ പറയുന്നത്. ദൈവത്തിന്റെ കരങ്ങളിൽ അവർ ആയിരിക്കേണ്ടതുപോലെ ആയിരിക്കാതിരുന്നത് കൊണ്ടാണ് ചീത്തയായ ഒരു പാത്രമായിട്ട് മാറിയത്. എന്നാൽ ദൈവം തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമായി രൂപപ്പെടുത്തുവാൻ എങ്ങനെ കഴിയും? അവിടെ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 8-ാമത്തെ വാക്യം, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തന്റെ ദുഷ്ടത വിട്ട് തിരിയുന്നു എങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെ കുറിച്ച് ഞാൻ അനുതപിക്കും. ഞാൻ ഉദ്ദേശിച്ച നിലയിൽ ഒരു പാത്രമായി തീരാതിരുന്നതിന്റെ കാരണം അവരുടെ ദോഷമാണ്. എന്നാൽ അവർ അത് തിരിഞ്ഞു വന്നാൽ, തങ്ങൾ ദോഷം ചെയ്തു പോയി തെറ്റ് സമ്മതിച്ചാൽ
കുശവന്റെ കയ്യിലെ കളിമണ്ണ് മറ്റൊരു പാത്രമായി രൂപപ്പെടുത്താൻ കഴിയുന്നത് പോലെ മാനസാന്തരപ്പെട്ടു വരുന്ന, യഥാസ്ഥാനപ്പെട്ടു വരുന്ന ഒരുവനെ ആക്കി തീർക്കുവാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. എന്നാൽ അവിടെ വായിക്കുന്നത് ഏഴാമത്തെ വാക്യത്തിൽ, ഞാൻ ഒരു ജാതിയെ കുറിച്ചോ ഒരു രാജ്യത്തെ കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയുമെന്ന് അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി അതിന്റെ 9-ാമത്തെ വാക്യമാണ്. അവിടെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അത് എന്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത നന്മയെ കുറിച്ച് ഞാൻ അനുതപിക്കും. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്ന നന്മയെ കുറിച്ച് ഞാൻ അനുതപിക്കും. അപ്പൊ രണ്ട് കാര്യം നമ്മൾ ചിന്തിക്കണം. ഒന്ന്, ഈ കുശവന്റെ കയ്യിലാണ് കളിമണ്ണ്. അത് ചീത്തയായി പോയി എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ പാപമാണ് അതിന്റെ കാരണമായിരിക്കുന്നത്. എന്നാൽ അവന്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തി അനുതപിച്ച് മടങ്ങി വന്നാൽ അവനെ നല്ല ഒരു പാത്രമാക്കി തീർക്കുവാൻ ഈ ദൈവത്തിന് സാധിക്കും. അല്ല, ഞാൻ നിന്നെ ഒരു നല്ല മാനപാത്രമാക്കി തീർക്കാനാ പോകുന്നത് എന്നവന് വാക്ക് കൊടുത്തിട്ട് അവൻ ആ ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കാതെ പോയാൽ അവന് വാഗ്ദത്തം ചെയ്ത നന്മയെ ദൈവം എന്ത് ചെയ്യും? ഇങ്ങോട്ട് പിൻവലിക്കും. മനസ്സിലായോ? ഇങ്ങോട്ട് പിൻവലിക്കും. ദൈവം എനിക്ക് നന്മ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, ഞാൻ അവന്റെ കയ്യിലെ പാത്രമല്ലേ, എന്നെ താഴെയിട്ടൊന്നും കളകയില്ല എന്നല്ല ദൈവം പറഞ്ഞത്. മനം തിരിഞ്ഞില്ലെങ്കിൽ നന്മകൾക്ക് മുടക്കം വരുത്താനും ആർക്ക് സാധിക്കും? ഈ ദൈവത്തിന് സാധിക്കും. വാതിൽ അടച്ചു കളയാൻ ദൈവത്തിന് പറ്റും. മുഖാന്തരങ്ങളെ ഇല്ലാതാക്കാൻ ദൈവത്തിന് പറ്റും. കാരണം എന്താ? ഞാൻ ആരുടെ കയ്യിലായിരിക്കുന്നത്? ദൈവത്തിന്റെ കൈകളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഓർക്കുക, ദൈവത്തിന്റെ നന്മ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് തന്റെ കരങ്ങളിൽ താണിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് എന്ന പോലെ നാം അവന്റെ കയ്യിൽ താണിരുന്നാൽ, നാം ദുഷ്ടത വിട്ട് തിരിഞ്ഞാൽ, നാം അനുഗമിച്ച് മുന്നോട്ട് ചെന്നാൽ, അതേ പ്രിയപ്പെട്ടവരെ, ഈ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ് എന്നുള്ളത് നാം ഓർക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ കുശവന്റെ കയ്യിലെ ഒരു കളിമണ്ണെന്ന പോലെ യഥാസ്ഥാനപ്പെട്ട് അവന്റെ കൈകളിൽ അമർന്നിരിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി അതിന്റെ 19-ാമത്തെ അധ്യായം, യിരെമ്യാ പ്രവചനം 19-ാം അധ്യായം മുഴുവനും നമുക്ക് മറ്റൊരു ഉദാഹരണമാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ പ്രവാചകനോട് പറയുന്നു, നീ പോയി ഒരു മൺകുടം വിലക്കി വാങ്ങുക, എന്നിട്ട് അത് വിളിച്ചു പറയുക, എന്നിട്ട് ഒടുവിൽ ആ കുടത്തെ ഉടച്ച് കളയുവാനായിട്ട് പറയുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 10-ാമത്തെ വാക്യം, പിന്നെ നിന്നോട് കൂടെ പോന്ന പുരുഷന്മാർ കാണുക ആ മൺകുടം ഉടച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നാക്കിക്കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയും. ഞാൻ ഉടച്ചു കളയും. എന്താ അതിന്റെ കാരണം? 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവർ എന്നെ ഉപേക്ഷിച്ചു, ഈ സ്ഥലത്തെ വഷളാക്കി. അവിടെ താഴേക്ക് വായിക്കുന്നു, പിതാക്കന്മാരും യഹൂദ രാജാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവിടെ വെച്ച് ധൂപം കാട്ടി ഈ സ്ഥലത്തെ കുറ്റമില്ലാത്തവരുടെ രക്തം കൊണ്ട് നിറയ്ക്കുകയും ബാലിന്റെ ഹോമബലികളായി തങ്ങളുടെ പുത്രന്മാരെ തീയിലിട്ട് ദഹിപ്പിക്കാൻ ബാലിന് പൂജാഗിരികളെ പണികയും ചെയ്തിരിക്കുന്നു. അത് ഞാൻ കൽപ്പിച്ചിട്ടില്ല, അരുളി ചെയ്തിട്ടില്ല, എന്റെ മനസ്സിൽ വന്നിട്ടുമില്ല. ദൈവം അരുളി ചെയ്യാത്ത കാര്യം, ദൈവത്തിന്റെ മനസ്സിൽ പോലും തോന്നാത്ത കാര്യം ആര് ചെയ്തിരിക്കുന്നു? ഇസ്രായേൽ ജനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവർ കാണുക ഈ കലത്തെ നീ ഉടയ്ക്കണം. കളിമണ്ണായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റിയെന്നെ? രൂപപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു. എന്നാൽ കലത്തെ ഉടച്ചു കളഞ്ഞാൽ പിന്നെ അതിനെ കഴിയില്ല. ഭയങ്കരമായിരിക്കുന്ന അനുഭവമാണ്. അതെ, അവിടെ നമ്മൾ വായിക്കുന്നത് പോലെ ഈ ജനത്തെയും ഈ നഗരത്തെയും ഞാന് ഉടച്ചു കളയും. ഒരിക്കലും കൂട്ടിച്ചേർക്കുവാൻ പറ്റാതെ വണ്ണം, ഒരിക്കലും അവരെ മടക്കി കൊണ്ടുവരുവാൻ കഴിയാതെ വണ്ണമുള്ള അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെട്ടു പോയി. ഇവിടെയാണ്
യഥാസ്ഥാനത്വത്തിന്റെ പ്രസക്തി നമ്മിൽ വർദ്ധിക്കുന്നത്. ദൈവത്തോട് നാം കഠിനപ്പെടേണ്ടതായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദാനങ്ങളെ അവൻ അടച്ചു കളയാൻ അധികം സമയം വേണ്ട. നാം യഥാസ്ഥാനപ്പെട്ട് നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങിച്ചെന്നാൽ അവൻ മനം തിരിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ അവൻ അവിടെ വായിക്കുന്നത് അവൻ മനസ്സ് മാറ്റുന്നവനാണ്. മുടക്കി കളയുമെന്ന് പറഞ്ഞതിനെ തിരിച്ചു തരുവാൻ അവന് കഴിയുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് എനിക്കൊരു യഥാസ്ഥാനത്വം ആവശ്യമാണ്. ഒരു നല്ല മുന്തിരിത്തോട്ടമായി നമുക്ക് മാറുവാൻ ദൈവാത്മാവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. അതുപോലെ തന്നെ യിരെമ്യാ പ്രവചനത്തിലൂടെ നമ്മൾ വായിച്ചതുപോലെ തന്നെ ആ കുശവന്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ നമുക്കായിത്തീരുവാൻ ദൈവം സഹായിക്കട്ടെ. അവന്റെ അരയോട് പറ്റിയിരിക്കുന്നതായ ഒരു കച്ച പോലെ നമ്മൾ ഓരോരുത്തരുമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് പകരം കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്നത് പോലെയോ കേടുവന്ന അരക്കച്ച പോലെയോ ദൈവകരങ്ങളിൽ മറുതലിക്കുന്ന കളിമണ്ണ് പോലെയോ ഉടച്ചു കളയപ്പെട്ട കലം പോലെയോ ആകാതിരിക്കുവാൻ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഈ വചനങ്ങളാലും ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം.